പട്ടാളക്കാർ ശരിക്കും നുണ പറയാൻ പാടുണ്ടാവും. രാജ്യത്തിന്റെ അതിർത്തിയിൽ രാജ്യത്തെ സേവിക്കുന്നവരല്ലേ. അത് മേജർ രവീനെ പോലത്തെ ഒരാള് പുള്ളി പറഞ്ഞൊരു നുണ നിങ്ങൾ കാണണം. ഇന്നസെന്റ് ആയിട്ട് മരിച്ച സമയത്ത് പഴയ മുഖ്യമന്ത്രി പോയത് എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്ന 56 വണ്ടി 560 പോലീസും 10 ഫയർഫോഴ്സ് എഞ്ചിനും എല്ലാം കൂടെ ഇടവഴി കൂടെയാണ് കൊണ്ടുപോയത്. നാട്ടുകാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ശ്രീ ഇന്നസെന്റ് ചേട്ടൻ മരണപ്പെട്ട സമയത്ത് അവിടെ ടൗൺ ഹാളിൽ പുള്ളിയെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇരിങ്ങാലെ കൂടെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഈ മുൻ മേജർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 50 വണ്ടിയും 60 വണ്ടി 70 വണ്ടിയൊക്കെ പിന്നിലുണ്ടായിരുന്നു. വലിയ എസ്കോർട്ടോടുകൂടിയാണ് മരണപ്പെട്ട വീട്ടിലേക്ക് പോയത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്തോ വിശാല മനസ്കരാണ്, വിശാല ഹൃദയനാണ്. ഇവിടെ ഈ ടൗൺ ഹാൾ പരിസരത്തേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇതാ ടൗൺ ഹാളിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ടൗൺ ഹാളിലേക്ക് കടന്നുപോകും. ടൗൺ ഹാളിന് പുറത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇരിങ്ങാലക്കുടയിലും നമ്മുടെ ഇന്നസെന്റ് ചേട്ടന്റെ വീട്ടിൽ പോയത് എന്നുള്ളത് മാധ്യമ വാർത്തയാണ്. ഞാനോ ആരും എഡിറ്റ് ചെയ്തൊന്നുമില്ല. മുഖ്യമന്ത്രി ഒരു പൈലറ്റ് വാഹനം ബസ്, അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്. പിന്നെ ഈ എല്ലാം അറിഞ്ഞുകൊണ്ട് ഈ മേജർ രവീനെ പോലത്തെ ഒരാള് സംഖ്യ എന്നാണ് പൊതുവെ, ആ സംഖ്യയാണ് മത്സരിച്ചിട്ട് സംഖ്യ. പിന്നെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല.